ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് ചുട്ടെടുത്ത് അടിച്ചു പരത്തിയ പൊറാട്ടനെ കുറിച്ച് ഞാൻ അപ്പിലും 3 സ്ത്രീകൾ അടുക്കളയിൽ നിന്നും ഉയർന്നു വന്ന കൈപുണ്യവും കുറച്ച് ഐഡിയകളും ഇന്ന് അവരൊരു ബ്രാൻഡാക്കി മാറ്റി. അതന്നെ മക്കളെ ഗ്രീൻ റാപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയൊരു ക്ലൗഡ് കിച്ചൺ. ഞാൻ കയറി ചെന്നത് വിറകടുപ്പിൽ നല്ല ചൂട് പൊറാട്ടയും ആവിങ്ങനെ പറക്കുന്ന നല്ല ചൂട് റാവുത്തർ ബിരിയാണിയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു എല്ലാരും. 1.5 വർഷമായിട്ട് ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്നായിരുന്നു കുക്കിങ്ങും പാക്കിങ്ങും ഡെലിവറിയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് അവർ കൈപുണ്യം വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു വീട് തന്നെ എടുത്തു മക്കളെ. പുതുക്കി തുടങ്ങിയ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ജിലേബിയും കിട്ടി. വൈകുന്നേരം 3-4 മണിയാവുമ്പോഴത്തേന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയും. എടുത്തു പറയേണ്ടത് വീട്ടിലെങ്ങനെ ഫുഡ് കിട്ടുന്നുവോ അതേപോലെ മായമില്ല മന്ത്രമില്ല വൃത്തിയോടുകൂടി നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും. കണ്ടു നിന്ന് വെള്ളമിറക്കി മതിയായപ്പോ ഞാൻ ഓർഡർ ചെയ്തു. കാണുമ്പോ ഉണ്ടായിരുന്ന മൊഞ്ച് കഴിക്കുമ്പോഴും കിട്ടി. നല്ലൊരു ബിരിയാണി, നല്ല ക്വാളിറ്റി ബിരിയാണി. എനിക്കും കഴിച്ച എല്ലാവർക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ ചിറി കണ്ടറിയാം ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ കഴിച്ചതാണ് മക്കളെ നല്ല പൊറാട്ടയും ബീഫും. ലാസ്റ്റ് ആയിട്ട് ബട്ടർ ചിക്കനും പൊറാട്ടയും കൂടി കൂട്ടി പിടിച്ചപ്പോ ഒന്നും പറയാനില്ല, കിടിലം. അടിക്കുന്ന അടി കണ്ടറിയും. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി ഉണ്ട്. ഓരോ വീട്ടിലെ അടുക്കളയിൽ നിന്നും ഉയർന്നു വരുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളെ സാധാരണക്കാരായ നമ്മളാണ് വിജയിപ്പിക്കേണ്ടത്. അടങ്ങി ഒതുങ്ങി അടുക്കളയിൽ മാത്രം ജീവിതം ജീവിച്ചു തീർക്കുന്ന ഓരോ സ്ത്രീകൾക്കും ഈ 3 പേര് ഒരു പ്രചോദനമായി മാറട്ടെ. ലൊക്കേഷൻ വരുന്നത് ഒലവക്കോട് എസ്റ്റേറ്റ്, എന്റെ നാട്ടില്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക. അപ്പസലാം.